ആമുഖം. ആധുനിക തുർക്കിയുടെ ഒരു ഭാഗമാണ് ഏഷ്യ മൈനറിലെ ഗലാത്തിയ എന്നറിയപ്പെടുന്ന റോമൻ പ്രവിശ്യ. ഇതിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശങ്ങൾ രാഷ്ട്രീയ വ്യതിയാനങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായതുകൊണ്ട് പൗലോസിന്റെ ലേഖനത്തിൽ പരാമർശിക്കപ്പെടുന്ന ഗലാത്തിയ ഏതെന്ന് സൂക്ഷ്മമായി പറയുക പ്രയാസമാണ്. പൗലോസ് തന്റെ രണ്ടാം പ്രേക്ഷിത യാത്രക്കിടയിൽ ഇവിടെ സ്ഥാപിച്ച സഭകളെ മൂന്നാമത്തെ യാത്രയിലും സന്ദർശിക്കുകയുണ്ടായി. അതിനുശേഷം AD 53 58 ഇടയ്ക്ക് എഫോസോസിലും മക്കെദോനിയയിലും വെച്ചായിരിക്കണം പൗലോസ് ഗലാത്തിയയിലെ സഭകൾക്ക് ഈ ലേഖനം എഴുതിയതെന്ന് പ്രബലമായ അഭിപ്രായം. ഗലാത്തിയയിലെ സഭ മിക്കവാറും യഹൂദേതര ക്രിസ്ത്യാനികൾ മാത്രം അടങ്ങിയതായിരുന്നു. പൗലോസ് ഗലാത്തിയ വിട്ടതിനു ശേഷം യഹൂദ ക്രിസ്ത്യാനികൾ അവിടം സന്ദർശിച്ച് അബദ്ധപ്രബോധനങ്ങൾ വഴി സഭയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ഇടയായി. വിജാതീയനായ ഒരാൾ ക്രിസ്ത്യാനിയാകണമെങ്കിൽ മോശയുടെ നിയമങ്ങൾ അനുസരിക്കണമെന്നും യഹൂദാചാരങ്ങളൊക്കെയും പാലിക്കണമെന്നും പരിച്ഛേദനത്തിന് വിധേയമാകണമെന്നും ചുരുക്കത്തിലൊരു യഹൂദനാകണമെന്നും അവർ നിർബന്ധിച്ചു. ഇവരുടെ സ്വാധീനത്താലും സമ്മതത്താലും പരിച്ഛേദനം സ്വീകരിച്ച ഗലാത്യക്കാർ മറ്റുള്ളവരെയും അതിന് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. യഹൂദാചാരവാദികളാകട്ടെ പൗലോസിന്റെ അധികാരത്തെ തന്നെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. മോശയുടെ നിയമത്തിന്റെ അനുഷ്ഠാനത്തിന് പ്രാധാന്യം നൽകാതെ വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സുവിശേഷത്തെ ലാഘവപ്പെടുത്തിയെന്നും തന്മൂലം പൗലോസിന് അപ്പസ്തോലാധികാരമില്ലെന്നും അവർ വാദിച്ചു. മുഖ്യമായും ഇത്തരക്കാർക്കെതിരെയാണ് പൗലോസ് ഗലാത്യക്കാർക്കുള്ള ലേഖനം രചിച്ചത്. ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് പൗലോസ് തന്റെ അധികാരത്തിനു തെളിവുകൾ നിരത്തുന്നു. തുടർന്ന് യഹൂദാചാരങ്ങളിൽ നിന്നും മോശയുടെ നിയമത്തിൽ നിന്നും വിജാതീയർ സ്വതന്ത്രരായിരിക്കുക എന്നതിന്റെ ആവശ്യകത അദ്ദേഹം പറയുന്നത് നിയമാനുഷ്ഠാനം വഴിയല്ല, വിശ്വാസം മൂലമാണ് മനുഷ്യൻ ദൈവത്തിരുമുമ്പിൽ നീതിമാനായി പരിഗണിക്കപ്പെടുക. ജീവിതാനുഭവങ്ങളും അപരാധത്തിന് മാതൃകയും അതാണ് വ്യക്തമാക്കുന്നത്. നിയമത്തിന്റെ ആധിപത്യകാലം അവസാനിച്ചു. ദൈവത്തിൽ നിന്നുള്ള പുത്രസ്വീകാരത്തിന്റെ അനന്തരഫലമായ സ്വാതന്ത്ര്യത്തിന്റെ കാലം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് വിധേയരായി ജീവിക്കാനും ദൈവത്തിന്റെ കൃപാവരങ്ങളിൽ കാത്തുസൂക്ഷിക്കാനും ഗലാത്യക്കാരെ പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ടാണ് പൗലോസ് തന്റെ ലേഖനം ഉപസംഹരിക്കുന്നത്.